ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സോൾ ബൈ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ പറയാൻ കാരണം നമ്മൾ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഇതാവും. ഇതിന് മുന്നേയും നമ്മൾ 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ചില്ലറ സാങ്കേതിക തകരാറ് മൂലം നമ്മളത് എടുക്കാതിരുന്നതാണ്. അത് എഡിറ്റ് ചെയ്ത് ഇനി വോയിസ് ഓവർ കൊടുക്കണം. അന്നെടുത്തത് വേറൊരു ക്യാമറയിലായതുകൊണ്ട് അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, മൈക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇടാതിരുന്നതാണ്. എന്നിരുന്നാലും ഞാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓരോ വീഡിയോസും. പിന്നെ റെസ്റ്റോറൻറ്റ്സും ഇതൊക്കെ നമ്മൾ ആൾറെഡി പോയിട്ടുണ്ട്, ഇനി പോകാനിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ വരും വീഡിയോസിൽ ഇടുന്നതാണ്. എന്തായാലും നമുക്കിന്ന് രതീഷിനെ പിക്ക് ചെയ്യാം. ഇനി ബാക്കി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ രതീഷിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വിളിക്കാം. കുട്ടികൾക്ക് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നു. ഞാൻ റെഡി ആയിട്ട് പിന്നെ പൂജ ബുദ്ധ ഭക്തി സെൻറ്ററായിട്ട് സഭ വിളിക്കാൻ കയറിയതാ. വിളിക്കാൻ ഒരാൾ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ ഒച്ച ഉണ്ടാക്കാത്തത്. എന്തായാലും നമ്മൾ മെനു സഭയും വേറെ ഫ്രണ്ടും കൂടി ഉണ്ട്, അവനും കൂടി എടുത്തിട്ട് രതീഷ്. പിന്നെ നമ്മളെ സഭ എന്ന് പറഞ്ഞാൽ സഭേൻ്റെ ഫുൾ ഫോം പറയൂ. മുഹമ്മദ് സഭ ഫ്രം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരാണ് നമ്മളെ കാസർഗോഡുള്ള ആളാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മിക്കതിലും കാണാം രതീഷിന്റെ ഫോട്ടോസ് നിറഞ്ഞു നിൽക്കുന്ന. അടുത്തൊരു വ്ളോഗിൽ നമ്മളിത് എന്തായാലും ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കയറി കാണുന്നതൊക്കെ ഇടും. അത് സത്യ ഫ്രെയിമിൽ കയറാൻ അധികം ആകെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടില്ല, അത്രേ ഉള്ളൂ. സഭ കയറിയില്ലേ? നമ്മളെക്കാളും കുറച്ച് കാലമായില്ലേ കൂട്ടാ? എത്ര കൊല്ലായി? ഞാനൊരു 8-9 കൊല്ലായി. അല്ലേ, നമുക്ക് അതിനുള്ള മൈൻഡ് ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ അത് കാണണം, പോയി കാണണം. എന്താണ് ഇത് കാണുമ്പോ നല്ല രസമുണ്ട്, നല്ല കാണാൻ രസമുണ്ട് എന്നുള്ളതല്ലാതെ അല്ല. അതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ട വാക്ക് ചെയ്യാനുള്ള ഒരു വേയും ഭാഗത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഒരു മൈൻഡ് വേണ്ട. ദുബായിന്റെ പോർട്ട് എന്നൊക്കെ പറയില്ല, ദുബായ്. ഇവിടെയാണ് ക്യൂൻ എലിസബത്തും മറ്റേ അങ്ങനെ കുറെ ഷിപ്പുകളൊക്കെ വന്ന് നിൽക്കുന്നത്. ഇവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. അൽഷിന്റെ ഗേറ്റ്. ഇത് ഏറ്റവും കൊല്ലങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുഹയ്ക്ക് പോണ കാര്യം. കടലോ എന്തോ വെള്ളം പോകുന്നുണ്ട്, വാട്ടറിന്റെ അടിയിൽ കൂടെയാണ്. പാം ജുമേറയിലോ അതേതോ അവിടെ അങ്ങോട്ട് പോകുമ്പോ മറ്റേ ഹോട്ടലില്ലേ അറ്റ്ലാന്റിസ് ആ പോകുന്ന റൂട്ടിലുണ്ടല്ലോ, അത് നമുക്കറിയില്ലേ? അൽഷിന്റെ ടവർ. ഒരു ടണലുണ്ടടാ. അതേതാ അറിയില്ല. നമ്മള് ഡയറക്റ്റില്ലേതല്ലടാ. അപ്പൊ ഇത് കറക്റ്റ് ഡയറക്റ്റില്ലല്ലേ? ഗോൾഡ് സൂക്കാണ് മക്കളെ. ഗോൾഡ് സൂക്ക് പാർക്കിങ്ങിന് വേണ്ടിയില്ല. പാർക്കിംഗ് ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്നാലും സ്പോട്ടെത്തി. അവിടെ പാർക്കിംഗ് കിട്ടും, യൂട്ടേൺ അടിക്കാൻ പറ്റും. പാർക്കിംഗ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇതാട്ടോ സ്പോട്ട്. ഞങ്ങള് പാർക്കിംഗ് തപ്പിയിട്ട് ഇറങ്ങിയതാണ്. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഫ്രീ സർവീസ് നോക്കാം. നമ്മൾ പോയ കാര്യം നടന്നില്ല. അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ ജാൽറ്റിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മൾ അവിടെ എത്തിയിട്ട് എന്താവും അറിയില്ല. എന്തായാലും പോയേക്കാം. ഞാൻ സിറ്റി വാക്ക് കാണിച്ചതേ.
അതിലാണല്ലേ റെസ്റ്റോറൻറ്റ് മറീന പ്രധാന മറീന ഇപ്പുറത്ത് മറീന അങ്ങനത്തെ ലൊക്കേഷൻസ് വരും. JLT മെട്രോന്റെ റെസ്റ്റോറന്റ് ഞാൻ വന്നു ഓർമ്മയുണ്ട്. ഞാൻ സ്ഥിരം നടക്കുന്ന വഴിയാണത്. ചൈനീസ് സ്റ്റൈലിലെ ആംബിയൻസ്. പാണ്ട മെയിൻ ഒരു ഇതാണ്. അവരെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാണ്ട കണ്ടാ നല്ല രസമുണ്ടല്ലേ, ടിഷ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള. എപ്പോഴും ഈ ചൈനീസ് അല്ലെങ്കിൽ തായ്ലാൻഡ് റെസ്റ്റോറൻറ്റിലൊക്കെ കയറുകയാണെങ്കിൽ അവർ ഒരു ഡിഫറെൻറ്റ് കൾച്ചറാവും ഇതിലേക്ക് കൊണ്ടുവരിക. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഡിഷ് സെലക്ട് ചെയ്തിട്ട് കഴിച്ചോ. അത് രതീഷും ഇതൊക്കെ ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അതാ സഭ അതാ നല്ല വ്യൂ കേട്ടോ, ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല വ്യൂ ആണ്. നമ്മളെ JLT ആ ലേക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്കെന്താ സ്പെഷ്യൽ സാധനം കിട്ടിയില്ല. എന്ത് അതന്നെ അത് സ്റ്റാൻഡേർഡിലെ കല്യാണമാണ്. കുട്ടികൾ കളിക്കുന്നത് വീഡിയോ കാണുന്നില്ല. ചോറാണെങ്കിൽ കൈകൊണ്ട് തയ്ക്കും. നല്ല സ്പൈസി ആട്ടോ, നല്ല സ്പൈസിയാണ്. ഇപ്പോൾ സംഭവം ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ലെവലെത്തിന്. ഓക്കെ, സംഭവം സെറ്റായി. അതാ ഇതിപ്പോ കഴിക്കാനാണ് ബുദ്ധിമുട്ട്. അവിടെ ഒരാൾ ഇരുന്ന് വലിച്ചടിക്കുന്നുണ്ട്. ഇതിലാ അങ്ങനെ ഫുള്ള് ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ JLT ക്ലസ്റ്റർ D അല്ലടാ, അത് ക്ലസ്റ്റർ Dന്ന് ഹോട്ട് മാസ്റ്റർ ഹോട്ട് പോട്ടോ അങ്ങനെ എന്താ റെസ്റ്റോറൻറ്റ് പേര്. അവിടുന്ന് നൂഡിൽസ് കഴിച്ചതിൽ പല ഐറ്റംസും വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് നല്ല ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അവരിട്ടത്. അത് സ്പൈസി പറഞ്ഞുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലാണ്. എല്ലാവരും പോയാൽ പറയുന്നുണ്ട്. അല്ല, അപ്പുറത്തെ ഒരു ചൈനീസ് ടീം വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു വരെ നല്ല സ്പൈസി നല്ല സ്പൈസി കുറച്ചധികം സ്പേസ് തന്നെ അതിന്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ 2-3 ലൊക്കേഷൻസ് ഒക്കെ പോയിട്ട് ആ പ്ലേസിൻ്റെ വീഡിയോ ഇടാനാണ് വിചാരിച്ച് പോയത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ പോയപ്പോൾ തന്നെ പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. പിന്നെ അടുത്ത പ്ലാൻ നമ്മൾ JLT പിടിച്ചു. പക്ഷേ JLTയിൽ ഈ റെസ്റ്റോറൻറ്റ് പിടിക്കാൻ വെച്ചു. എന്തായാലും സൺഡേ അല്ലേ, വെറുതെ ഇരിക്കേണ്ട വിചാരിച്ചു അങ്ങനെ ഇറങ്ങി. നോക്കാം നമുക്കിനി ഭാവിയിൽ മീൻസ് ഒരു ഫുൾ റെസ്റ്റോറന്റ് റിവ്യൂ മാറി ഇടാം. നമ്മളെ പ്ലാനും അതാണ്. പക്ഷെ നമ്മളെന്താ പറയുക, വീഡിയോ ഇട്ടുള്ള പരിചയമില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊന്ന് മാറ്റുക, പേടി മാറ്റുക എന്നൊക്കെ ഉള്ളത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് അല്ലേ, ചൈനീസ് ഒരു കൾച്ചർ ടച്ചും കൊടുത്തിട്ട് ഫുൾ ഡിഷസ് അങ്ങനത്തെ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വൺ ഓഫ് ആ റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റാണ്. വേറെ ഇഷ്ടമാതിരി ഉണ്ട് ദുബായിൽ, ഇഷ്ടമാതിരി ചൈനീസും പല ഡിഷസും കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പോയത് ഇവിടെ വന്നു. ഇങ്ങനെ JLTന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി നേരെ റൂമിലോട്ടാണ്. എന്തായാലും റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ.
അങ്ങനെ നമ്മളെ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. രതീഷിനെയും സബേനെയും നമ്മൾ അവിടെ അവരെ വീട്ടിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇറക്കി ഇപ്പോൾ വന്നു. ഏകദേശം 1:19 ഇപ്പോൾ രാവിലത്തെ നൂഡിൽസ് എന്തൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കണില്ല. ഈവനിങ് ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കണം. നമ്മളെന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.